ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവനാ കരുത്തൻ, അല്ലാതെ ദൈവം നിന്ന കാണിക്കുന്നവനല്ല. അവനെ നന്ദി കെട്ടവനെന്നും ഭീരു എന്നേ വിളിക്കാൻ പറ്റൂ. അയാൾ കാരണം തന്റെ അമ്മ ഒരുപാട് കരഞ്ഞതല്ലേ? അതൊക്കെ താൻ കണ്ടതല്ലേ? അതുകൊണ്ടാ ഇനി അത് വേണ്ടാന്ന് പറഞ്ഞത്. അയാളുടെ പ്രകടനമൊക്കെ ഞാൻ ഇവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. നാളെ മുതൽ എനിക്കിപ്പോ ഇങ്ങോട്ട് വരണ്ടാന്ന് പറയാൻ അയാൾക്ക് എന്താ അധികാരമുള്ളത്? ഇതെന്റെ സ്ഥാപനമാണ്. ഇവിടെ ആരൊക്കെ വരണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ഞാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്കൊപ്പം ഇവിടെ അധികാരമുള്ള ആളാ താൻ. അതുകൊണ്ട് എന്റെ ആബ്സൻസിൽ ഈ കമ്പനി നോക്കേണ്ട ആളാണ് താൻ. എന്താ ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ മഹിക്ക്? മനസ്സിലായി. എന്നാ താൻ തന്റെ ഇടമുള്ള പെൺകുട്ടികളെ പോലെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ നോക്ക്. എനിക്ക് തളർച്ചയുണ്ട്, പക്ഷെ അത് മനസ്സിനല്ല, ശരീരത്തിന്. എന്നാ മനസ്സും ശരീരവും ഒരുപോലെ തളരാത്ത മഹാലക്ഷ്മി എന്നെക്കാളും കരുത്തോടെ നിൽക്കണം. അപ്പോഴേ താനും ഞാനും ജയിക്കൂ. ഇനി തന്നെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ തന്നെക്കാൾ നോവുന്നത് തന്റെ അമ്മയ്ക്ക് മാത്രമല്ല, എനിക്കും കൂടിയാ. ആ നൊമ്പരം മാറ്റാൻ എന്നെക്കൊണ്ട് എന്തൊക്കെ കഴിയോ അതൊക്കെ ഞാൻ ചെയ്തിരിക്കും.